സ്റ്റിങ് ഉപയോഗിച്ചിട്ട് നമ്മളെ കുത്തിക്കഴിഞ്ഞാൽ അത് തിരിച്ച് വലിച്ചെടുക്കാനായിട്ട് അവർ ശ്രമിക്കും. പക്ഷെ അവർക്ക് കിട്ടില്ല. അവർ ആ നേർവ് പൊട്ടുന്നതിന്റെ ഭാഗമായിട്ട്, സ്റ്റിങ് പൊട്ടുന്നതിന്റെ ഭാഗമായിട്ട് അവരും കൂടി ഇല്ലാതെയാവുകയാണ് ചെയ്യാം. തേനീച്ചകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒന്ന് തേൻ അപ്പുറത്തുനിന്ന് പരിചയപ്പെടാം. അതിന്റെ ഹണിക്കോമ്പാണ്, അതിന്റെ കൂടോട് കൂടി നമുക്ക് കിട്ടുന്ന ചുയിങ്കും പോലെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ്. ബീപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂമ്പൊടിയാണ്, നമുക്ക് ഹൈ പ്രോട്ടീൻ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ജിമ്മിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്, ഉത്തേജകത്തിനൊക്കെ വേണ്ടി ബീപ്പോളൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് റോയൽ ജെല്ലി. തേനീച്ചക്കൂട്ടിലെ ഏറ്റവും കോസ്റ്റ്ലി ആയ റൈറ്റാണ് റോയൽ ജെല്ലി എന്ന് പറയുന്നത്. ഒരു സപ്ലിമെന്ററി ഫുഡായിട്ട് ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ യങ് ആയിരിക്കുന്നതിന്, ആന്റി ഏജിങ്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാന്, എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യാന്, ഹോർമോൺ ചേഞ്ചിന്, നമ്മളെ ബ്യൂട്ടിയിലൊക്കെ മാറ്റം വരുത്താന്, നമ്മുടെ ശരീരത്തിലൊക്കെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതെയാക്കാന്, ഇനിയിപ്പോൾ വരാൻ ചാൻസ് ഉണ്ടെങ്കിലോ അതിനെ തടയാനും റോയൽ ജെല്ലിക്ക് സാധിക്കും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിലൊക്കെ ഈ ക്യാൻസറിന്റെ സെല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള ശേഷി വരെ റോയൽ ജെല്ലിക്ക് ഉണ്ട്. കോസ്റ്റ്ലിയാണ്, പക്ഷെ അത്രയ്ക്ക് ഹെൽത്ത് ബെനിഫിറ്റും കൂടിയാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ ഓർഗൻസിനെയും ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി റോയൽ ജെല്ലിക്ക് ഉള്ളത്. സെക്ഷൽ ഹെൽത്തിന് വേണ്ടിയിട്ടും റോയൽ ജെല്ലി ഉപയോഗിക്കും. പിന്നെ എക്സ്ട്രാ എനർജി ഒക്കെ കിട്ടാനൊക്കെ റോയൽ ജെല്ലിയാണ് ഉപയോഗിക്കുക. ബി വാക്സ് ഓൾറെഡി നമ്മൾ പരിചയപ്പെട്ടു. പ്രപ്പോളിഷ് ബി എന്ന് പറയുമ്പോൾ മരത്തിന്റെ പൊടിയും കറിയൊക്കെ അവരവരുടെ സലൈവിയായിട്ട് മിക്സ് ചെയ്ത് അവർ ഗമ്മായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന, നമ്മളത് ആന്റി ബാക്ടീരിയലായും ആന്റി ഫംഗലായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഹണി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഫോൺ വിളിച്ചാ നസിലൻ ഫോൺ